അയ്യോ അയ്യോ എൻ്റെ ഫ്ലാറ്റായടേ. ശ്രാവണി മുത്തേ എവിടെയാടാ? എടുക്ക് മുത്തേ. അയ്യോ ഇങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട്. ആ ശ്രാവണേ. ആ അനുമോനെ, നീ എന്താ ഈ വേഷത്തില്? അളിയാ കരിഷ്മ വിളിച്ചിരുന്നു, ഒരു ഔട്ടിങ്ങിനൊക്കെ പോവാന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കരിഷ്മയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല, 3 മാസമായി പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത ഒരാള്, 10 മിനിറ്റ് പോലും കോഫി ഷോപ്പിൽ ടൈം സ്പെൻഡ് ചെയ്യാത്ത ഒരാള് ഒരു വീക്കെൻഡ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന കേട്ടപ്പോ എന്തോ. എടാ അത് അവൾക്ക് തുടക്കത്തിൽ ട്രെയിനിങ് ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ. ഇപ്പൊ പുതിയ പ്രോജക്റ്റ് ടീമൊക്കെ സെറ്റ് ആയില്ലേ. ഓവർ ടൈം ഇല്ലാത്ത വീക്കെൻഡ് എന്നാണ് പറഞ്ഞത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് അതൊന്നുമല്ല, അവള് വീട്ടിലൊറ്റയ്ക്കാണ്. ഇന്ന് ഞാനൊരു കലക്ക് വേണ്ട. കണ്ടറിയാം. ആ കഴിനാക്കൊന്ന് വളയ്ക്കാതിരിക്കൂ. എന്നാവാ ഇങ്ങോട്ട് വാ, ഇരിക്കും. ഓ വാവ്, അളിയാ നോക്കി. നൈസ്. ദൈവമേ മിന്നിച്ചേക്കണേ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നാട്ടാക്ക്. നീ എന്താണ് പ്രാർത്ഥിച്ചേ? നീ ആ ഷൂട്ടിംഗ് സ്റ്റാർ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഇറ്റ്സ് എ സൈൻ. ഇറ്റ്സ് ഗോയിങ് ടു എ മാജിക്കൽ നൈറ്റ് മാൻ. മാജിക്കലി നീ ഇത് തേങ്ങ കട പറയണേ? എടാ ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. 13th ഫ്രൈഡേ, ശിവരാത്രി, പോരത്തെ നമ്മളിപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടില്ലേ. ഇതൊക്കെ പോരാടാ മനസ്സിലാക്കാൻ. ഈ സായൻ അടിപൊളിയായിരിക്കും. കണ്ടറിയാം. ഭയങ്കര ക്ഷീണം. ഒരു ചായ പിടിച്ചാലോ? ബാ. താങ്ക് യു. ചെറുക്കന് ഇവിടെങ്ങല്ല. വെതറും ബാങ്ക് ബാലൻസും എല്ലാം സെറ്റ്. അല്ല, അവളെപ്പോ എത്തൂടാ? അവളൊരു 6-6:30 ആകുമ്പോൾ എത്തുമെന്നാ പറഞ്ഞത്. മണി ഇപ്പോഴേ 6 ആയല്ലോടാ. എടാ ടീം ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ അവള് ഇറങ്ങുന്നാ പറഞ്ഞിരുന്നത്. ഞാൻ അവിടെ കാണുമെന്നും പറഞ്ഞിരുന്നു. വരുവടേ. അല്ല നീ എന്തിനാ കിടന്ന് പടക്കുന്നത്? അല്ല, അവള് വന്നില്ലെങ്കിൽ നമുക്ക് കറങ്ങാൻ പോവല്ല. ഈഞ്ചക്കല്ലേ പുതിയൊരു നൈറ്റ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണേ. വന്നില്ലെങ്കിൽ ഈ ശിവരാത്രി നമുക്കിവിടെ കൊണ്ടാടാൻ വിളിയാ. ശ്രാവണേ പരതാറി, നിന്റെ ഒടുക്കത്തെ കഴിച്ചാക്കിന് കുറച്ച് റെസ്റ്റ് കൊടു. ഇതെവിടെ? എന്തായി? ക്യാൻസലായ നിന്റെ പ്ലാൻ? നീ കരുതാക്കെടുത്ത് വളച്ചപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. എന്റെ ഭാഗ്യത്തിൽ 10-15 മിനിറ്റ് ലേറ്റ് ആവുമെന്നേ പറഞ്ഞോളൂ. ഇനിയെങ്കിലും ഒന്ന് അടങ്ങ് കേട്ടാ ശ്രാവണേ. എന്ത് അഴുക്ക പൈലുകള് ചെവിയുടെ ഫിലമെന്റ് അടിച്ചു പോയി. വീക്കെൻഡ് ആവുമ്പോ ഓരോരുത്തന്മാര് കോട്ടും കണ്ണാടി വെച്ച് ഇറങ്ങിക്കോളും. ഇവന്റെ പേരാണ് ശ്രാവൺ, അല്ല സാറ് വിചാരിച്ച പോലെയല്ല. അയ്യേ എന്തോന്നടേ? അല്ലേലേ നിനക്കൊരു പരിസര ബോധവുമില്ല. ഗ്രാമവാസി അല്ല, അതിന്റെ പേരിന്റെ പ്രശ്നമല്ല. എന്റെ പേരെന്ത് കുഴപ്പം? ശ്രാവൺ മീൻസ്
Shiva's blessing in the form of rain. In Hindu mythology. മൈ അല്ല അളിയ നില്ലടാ നിൽക്കടാ. ഓ തെച്ച. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഐ തിങ്ക് ഷീ വോണ്ട് ക്യാൻസൽ ഓൺ മീന്ന്. ഇപ്പൊ എന്തായി? അവന്റെ ഒരു മാജിക്കൽ നൈറ്റ്. ഇനി മാനത്തോട്ട് നോക്കി നിന്നോ. പറ്റിയത് പറ്റി. എടാ, പെണ്ണ് തേച്ചാലും ബെസ്റ്റ് ഫ്രണ്ട് തേക്കൂല. നീ ബാ മുന്നേ, നമുക്ക് ഈ ശിവരാത്രി കൊണ്ടാടാം. എന്താടാ? പോയത് പോയളിയാ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി തേയിരിക്കുന്നു, നമുക്ക് വണ്ടി കയറി അങ്ങ് പോവാം. അളിയാ, ഇനി അവളെങ്ങാനും നിന്നെ തേച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കാണൂ? ഏയ്, അതിനുള്ള പുതിയ ടീം ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. അല്ല, കഴിഞ്ഞ ആഴ്ച നീ ആരുടെ കൂടെ പോയേ? എടാ, അത് ടീം ഔട്ടിംഗ് അല്ലേ. ഇവ ടീം ഔട്ടിംഗ് ഒന്നും പോയി തുടങ്ങിയില്ലല്ലോ. എന്നാലല്ലേ കൊളീഗ്സ് ആയിട്ടൊരു ബോണ്ടിങ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും. ഓ പിന്നെ, ബോണ്ടിങ്ങിനെ ടീം ഔട്ടിങ് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. അല്ല, ഇതുപോലല്ലേ കഴിഞ്ഞ ആഴ്ച താങ്കൾ എന്നെയും തേച്ചിട്ട് നൈസായിട്ട് വിജയൻ്റെ സിനിമയ്ക്ക് പോയത്? എന്നിട്ട് ഇപ്പം എന്തോ ആയി? എടാ, അതവർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. അതാ. ഇതുപോലെ ഒരുപാട് നിർബന്ധിച്ചപ്പോഴായിരിക്കും അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയത്. അളിയാ, നിർത്ത്. ഐ നോ ഹെർ വെൽ. ഓക്കെ, അങ്ങനെ ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ വേണ്ടി എന്നെ അവോയ്ഡ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് പെൺകുട്ടിയല്ല അവൾ. ആൻഡ് ഐ എം ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. ഇനി എന്തുകൊണ്ടാ പറഞ്ഞു? അളിയ, നല്ല പരിചയമുള്ള വണ്ടി. അതിന് ഏത് വണ്ടിയാണ് നിനക്ക് പരിചയമില്ലാത്തത്? ഇത് ഏതാടാ ഇത് ദൂരി? ഇങ്ങോട്ടാണല്ലോ. ഹായ്, ശ്രാവൺ, ക്ലൈവ്. ഇത് അനുമോൻ. അറിയാം, കരിഷ്മ പറഞ്ഞായിരുന്നു. കരിഷ്മ? കരിഷ്മ അവളെങ്ങനെ അറിയാം? നമ്മളൊരേ ഓഫീസിലാ. വി ആർ ടീംമേറ്റ്സ്. താങ്കളെ പറ്റി ഒരുപാട് പറയാറുണ്ട്. കരിഷ്മ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ആണോ? ആക്ച്വലി നമ്മുടെ ഒരു കൊളീഗിന്റെ ബർത്ത്ഡേ ആയിരുന്നു. കേക്ക് വാങ്ങാൻ പോയപ്പോ കൊള്ളി ക്യാഷ്. ഹോം ബേക്കറാണ്. സോ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പോകുന്ന വഴിക്കാ ബ്രോനെ കണ്ട. അപ്പൊ കരിഷ്മയെ പറഞ്ഞ ബ്രോയുടെ നിന്ന് ക്യാഷ് വാങ്ങാം, സോ ദാറ്റ് ഷീ ക്യാൻ ട്രാൻസ്ഫർ ടു യു ലേറ്റർ. ഓ, ആണോ? കുഴപ്പമില്ല, കാശും പോയി കിട്ടി. ആ, അങ്ങോട്ട് കൊടുക്ക്. താങ്ക്സ് ബഡി. എന്താ? എടാ, മാഡത്തിന് കുറച്ച് മിസ് കാൾ ഒന്നും നടക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ? ഓഫ് കോഴ്സ്. ഹലോ കരിഷ്മ. ഹലോ മാം. ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, പെൻഡിങ് വർക്ക് നമുക്ക് മൺഡേ ചെയ്യാം. I've actually spoken to the client, so it's fine. That's great. So yeah, see you on Monday. Okay ma'am, thanks. Have a fun weekend. Bye. എടാ, പോവാം. ഓക്കെ, സോ ആസ് ഡിസ്കസ്ഡ്, കേക്ക് കട്ടിങ് അറ്റ് കോവളം. ഈ മാജിക്കൽ നൈറ്റ് ഇനി എന്തൊക്കെ കാണണമാവോ? എന്ത് കാണാൻ? കേക്ക് വാങ്ങിക്കുന്നു, ഓഫീസിൽ കൊണ്ടുവന്നു, കട്ട് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ചിൽ ബ്രോ. മൂവി പോയി, ഹാങ് ഔട്ട് പോയി, മാജിക്കൽ നൈറ്റ് പോയി, എന്റെ ക്യാഷും പോയി. നീ ചിൽക്കരോ? അല്ല, ഇനി അവളെങ്ങാനും അവളുടെ ഫെസ്റ്റിവലാണോടെ? നോ മാൻ, ഐ തിങ്ക് ഹിസ് ജസ്റ്റ് എ കൊളീഗ്. ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് അവൾ എന്നോട് അവനെ പറ്റി പറയുമായിരുന്നല്ലോ. പൊട്ടൻ. നീ വാ, നമുക്ക് കുറച്ചുകൂടി ഒന്ന് ശാന്തമാകാനുണ്ട്. ഇവനെയൊക്കെ എന്ത് അടുത്തത് ക്ലൈവ് മച്ചാൻ.
അപ്പൊ ലവൻ അവളുടെ ബെസ്റ്റി തന്നെ. ഇനി നിനക്കുള്ള അങ്ങോട്ടുള്ള എല്ലാ രാത്രിയും കാളരാത്രിയാ. പിന്നെ ഇന്നലെ കണ്ടവനല്ലേ ബെസ്റ്റി? എടാ പൊട്ട, മൺഡേ ടു ഫ്രൈഡേ, മോർണിംഗ് ടു ഈവ്, വർക്കും ഫുഡും ഫ്രീ ടൈമും ഒക്കെ അവൻ്റെ കൂടെ. നിനക്കോ ഇടയ്ക്കുള്ള മെസ്സേജിങ്ങും പ്ലാൻ ക്യാൻസലേഷനും ഒക്കെ മാത്രമേ ഉള്ളൂ. ആ, അവന് കഴിവുണ്ടേൽ അധികം വൈകാതെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാകും. അല്ല, ഓൾറെഡി അവനിപ്പോൾ ക്ലൈവ് മച്ചാനാണ്. അവന് ക്ലൈവ് അളിയനായി, ക്ലൈവ് ഏട്ടനായി, ക്ലൈവ് അണ്ണനായി, ക്ലൈവുമായി, ഫൈനലി CK. CK? CK, ക്ലൈവ് ആൻഡ് കരിഷ്മ. CK. ആൻഡ് നിന്റെ റിലേഷൻഷിപ്പ് കാൽവിൻ ക്ലൈൻ. അതെന്താ കാൽവിൻ ക്ലൈൻ? ഷഡി. ശവത്തെ കുത്താതെ. എടാ നീ ഇവിടെ വെയിറ്റ് ചെയ്, ഞാൻ ദേ പോയി ഇതാ വന്നു, ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി ഇതാ വരാം. നീ നിന്റെ മൈൻഡൊക്കെ ഒന്ന് സ്വസ്ഥമാക്കിയിരിക്കും, അപ്പോഴേക്കും ഞാൻ വരാം. അല്ലേലും നമ്മൾ ഈ വീക്കെൻഡ് ഒരുമിച്ചല്ലേ? കഴിഞ്ഞാക്കെടുത്ത് വളയ്ക്കാതെ. നാളെ രാവിലെ അവളെ കാണാൻ പോണ്ടതാ. ആദ്യം ഈ രാത്രി താണ്ടോന്ന് നോക്ക്, എന്നിട്ട് മതി നാളത്തെ കാര്യത്തിൽ മനക്കോട്ട കേട്ടാ. പോയി എങ്ങോട്ടാണിത്? വിളിച്ചിട്ട് തന്നെ കാര്യം. ഹലോ, നീ എന്താ കോൺ സൈഡ് പോന്നെ? ഓ അത് മാനേജർ പറഞ്ഞു പെൻഡിങ് വർക്ക് ബാക്കി മൺഡേ വന്നിട്ട് തീർക്കാമെന്ന്. സോ ക്ലൈവ് പറഞ്ഞു നമുക്ക് കോവളത്ത് നിന്ന് കേക്ക് കെട്ടിയാൽ അത് കഴിഞ്ഞ് പോകാമെന്ന്. കേക്ക് കട്ടി മാത്രമേ ഉള്ളോ? ആ, കരിഷ്മ. ഓ അവർ വിളിക്കുന്നുണ്ട്. ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ബൈ. ഓ ഓക്കെ. നൈസ്. ഹലോ അനു, നീ ഒന്ന് വേഗം കോവളം ബീച്ച് വരെ വരാമോ? അർജന്റാ. എന്ത് പറ്റിയതാ? കാര്യം പറ. ക്ലൈവ് കുറച്ചധികം ഫിറ്റായി. അവൻ ഓൾമോസ്റ്റ് ഔട്ടാണ്. അപ്പൊ നീ സിനിമയ്ക്ക് പോയില്ലേ? ഓ അത് ഞാൻ എൻ്റെ കൊളീഗ്സിന് കൊടുത്തു. അവരിപ്പോൾ ഓൾറെഡി അതിന് കയറി കാണും. എടോ, ഐ കാണ്ട്. താൻ കാറിൽ എന്നെ വിളിക്കാൻ വരുമെന്ന് വെച്ചാൽ ബൈക്ക് എടുത്തില്ല. ആ ശ്രാവൺ ഇവിടെ ഇല്ല. അവൻ ഡ്രസ്സ് മാറാണെന്ന് പറഞ്ഞ് പോയിട്ട് മണിക്കൂറുകളായി. താൻ ഡ്രൈവ് ചെയ്ത് അവനെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ നോക്ക്. ഹീസ് ഫ്രം തൃശ്ശൂർ. ഇവിടെ അടുത്ത് കടക്കൂട്ടത്ത് ഏതോ അപ്പാർട്ട്മെന്റ് ആണെന്ന് മാത്രമേ എനിക്കറിയൂ. എടോ, താൻ അവനെ അവിടെ എവിടെയെങ്കിലും കിടത്ത്. എന്നിട്ട് താൻ തൻ്റെ വീട്ടിലോട്ട് പോകും, ഞാൻ തൻ്റെ വീട്ടിലോട്ട് വരാം. ഹലോ. ആരെ കണ്ടോണ്ട് ഇറങ്ങിയത്? മാജിക്കൽ നൈറ്റ് പോണ്ടോരാന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കാണിച്ചു തരാടോ. ഇവനിതെവിടെ പോയി? നോക്കാം അവിടെ കാണൽ. ഇവനിത് അളിയാ.
ചിങ്ക് ചിക്കൻ ചിങ്ക് ചിക്കൻ ചിങ്ക് ചിക്കൻ ജിങ് ചിങ്ക് ചിക്കൻ. നീ എന്താടാ എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കണേ? എൻ്റെ ക്ഷമയും സമാധാനം ഒക്കെ പോയിരിക്കാണ് ബ്രോ. അതെന്താടാ മോനുസേ, ഇതാണോ കാര്യം? അതിനെന്താ? നീയല്ലേ പണ്ട് പറയാറ് അവള് കുടിക്കത്തില്ല, വിഷു കഴിക്കത്തില്ല എന്നൊക്കെ. അവൾ കുടിച്ചാ? നീ ഫോട്ടോ നേരെ കണ്ടില്ലേ? പിന്നെ എന്തിനാടാ നീ മോന്തേ വേർപ്പിച്ച് നിൽക്കണേ? എടാ, പ്ലാനും ക്യാൻസൽ ചെയ്ത് ഫ്രണ്ട്സിനെ എല്ലാം മൂവിക്ക് വിട്ടിട്ട് അവനവിടെ കൂടെ കൂത്താടി നടക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? സിനിമ ടിക്കറ്റ് പോയാ? എന്നാ നീ വാ, നമുക്ക് കോവളത്ത് പോയ ഒരു കമ്പനി കൊടുക്കാം. ഞാൻ ഇനി അതും കൂടെ കാണേണ്ട കുറവേ ഉള്ളൂ. ഒന്ന് പോടേ. എടാ, രണ്ടും കൂടെ അടിച്ച് ഫിറ്റായ അനുക്കുട്ടാ, നീ മനസ്സിൽ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നിൽക്കൂല മോനെ. നീ വെക്കം ബാ. ഡേയ്, എന്താണ്? നീ ഒന്ന് വേഗം വന്നേ, അത് നോക്കിക്കൊണ്ടിരിക്കുവോ. ആ, ഇത് ഇരുമ്പിലെ സ്റ്റെപ്പാണല്ലോ. 1 2 3 4 5 6. എടാ, ഞാനിന്ന് ഇതും കൂടെ കാണാനുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ടെലിപ്പോർട്ട് ചെയ്താലല്ലേ അവിടെ സമയത്ത് എത്തത്തുള്ളൂ. അല്ല, ഇവളുടെ ഓയോ ബുക്കിംഗ് നിനക്ക് എങ്ങനെ കിട്ടി? എൻ്റെ ഓയോ ഡിസ്കൗണ്ട് കൂപ്പണാണ് യൂസ് ചെയ്തത്. ആ, അങ്ങനെ. ഈ മാജിക്കൽ നൈറ്റ് നിനക്ക് വളരെ മൂഞ്ചൽ ലൈറ്റായി മാറിയല്ലേ? ധനനഷ്ടം, മാനഹാനി, ഒറ്റപ്പെടൽ, സമയം തീരെ ശരിയല്ല. ജസ്റ്റ് ഫോർ എ രസം നിന്റെ ഹൊറോസ്കോപ്പ് ഞാനൊന്ന് നോക്കട്ടെ. ബൈ ദ ബൈ, നിന്റെ ഹൊറോസ്കോപ്പ് ഏതാ? പൂ. ഓ, പൂ പൂ. എന്നാലും അളിയോ, ഓ, ലോട്ടറി ആണല്ലോ. എന്ത്? പൂരുട്ടാതി കുംഭം രാശി. ശിവരാത്രി നാൾ രാഹുകാലത്തിന് ശേഷം അർദ്ധരാത്രി വരെ അലഭ്യലഭ്യശ്രീ യോഗം. നീ എന്ത് വിചാരിക്കോ അതിന് വിപരീതമാണ് ഫലം. തന്നെ? ശുഭരാത്രി, സുഖനിദ്ര. ഷാമി വീണ്ടും 6 വിക്കറ്റ് എടുത്തോ? പിന്നെ എന്തിനാ ഷർദുള്ള എടുത്ത് ടീം ഇട്ടേക്കണേ? പറ്റും, എന്നെ കൊണ്ട് പറ്റും. പാവം സഞ്ജു. ഓപ്പോസിറ്റ് ആളിലേക്ക്. അത്രയല്ല, കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത്. നീ ശരിക്കും ഫോക്കസ് ചെയ്ത് തന്നെ നിന്റെ പ്രശ്നം. കണ്ടിരിക്കാൻ വയ്യേ. ശരിയാവൂല. സ്ഥലവും മാറി, കാഴ്ചക്കൊരു മാറ്റമില്ല. എന്റെ ക്ലൈവേ, കൈയിടാ മാറി. എന്റെ മാജിക്കൽ നൈറ്റ് ആണോ മാറി? അവിടുന്ന് അയ്യോ, ഒന്നും പറഞ്ഞിട്ട് നോ കരിഷ്മ, ക്ലൈവ് ഓടാന്ന് പറയുള്ളൂ. എടാ, ഞാൻ മനസ്സിൽ എന്ത് വിചാരിക്കാൻ നോക്കുന്നു അതിന്റെ നേരെ വിപരീതമാണ് എന്റെ മനസ്സിൽ കയറി വരുന്നത്. അത് പിന്നെ നമ്മൾ യോഗ സ്റ്റുഡിയോയിൽ പോയി സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സണ്ണി ലിയോൺ ചേച്ചി മനസ്സിൽ കയറി വരാറില്ലേ? അതുപോലെ തന്നെ ഇതും ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ഡാ. എടാ, ഞാൻ നീ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് നാളെ നോക്കിയല്ലേ? അപ്പൊ നീ എന്തെങ്കിലും വിചാരിച്ചേ? വിചാരിക്കുന്നുണ്ടല്ലോ. എന്ത്? ഇന്നത്തെ ദിവസം ട്രാജഡിയാ വരുന്നത്. സോ ഫാർ ഇറ്റ്സ് കോമഡി ഉള്ളി മച്ചാ, ആൻഡ് ലൈഫ് ഇസ് ഗുഡ്. ഐ എം ഹാപ്പി. നീ ഇവിടെ നിന്നിച്ചിരിക്കേ, ഞാനിപ്പോ വരാം. പാവം പെടുക്കാൻ മുട്ടിക്കാണ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാർ, ഒരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് റിപ്പോർട്ട് ചെയ്യാനാണ്.
അപ്പൊ വെതറും മൂഞ്ചി. മിസ്റ്റർ അനുമോനെ, ഇനി മേലാൽ കുടിച്ചിട്ട് ഓരോരോ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടരുത്. എസ്പെഷ്യലി ടു കേരള പോലീസ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാത്തെ. ഇനി അങ്ങനെ ആവല്ലേ കേട്ടോ. ഫീസ് ഫോൺ പേ ചെയ്താൽ മതി. ബൈ. നന്ദിയുണ്ട് വക്കീലേ. എന്നാലും ഒരു രാത്രി കൊണ്ട് എന്തൊക്കെയാ നടന്നേ? ആരാ എന്നെ കൊണ്ടുവന്ന്? പോലീസ്, കോടതി, ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ. ആലോചിച്ചിട്ട് എന്നെ തലചുറ്റുന്നു. ഇനി ഇതാരാണാവോ? ആ, ഇവനായിരുന്ന. ഹലോ അളിയാ, നീ ഇറങ്ങിയാ? ഇന്നലെ രാത്രി ഇവിടെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനേ. രാവിലെ ആയപ്പോൾ എങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി? അളിയാ, നീ ഇന്നലെ അരപ്പിരി റൂസ് പോലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കരിഷ്മയ്ക്കെതിരെ റോങ് ഇൻഫർമേഷൻ കൊടുത്തതിന് നൈസായിട്ട് അവർ നിന്നെ വന്ന് ക്ലബിൽ നിന്ന് പൊക്കി അളിയാ. അതിനുള്ള ഫിറ്റ് അല്ലായിരുന്നോ? എടാ മണ്ട, ഇന്നത്തെ കാലത്ത് ഒരു പാട്ട ബിയറും ഒരു പ്ലേറ്റ് ഫിഷ് ആൻഡ് ചിപ്സും കഴിച്ചു കഴിഞ്ഞാൽ ആരടാ ഫിറ്റാവണേ? എനിവേസ്, ഐ എം ദി സോറി അളിയാ. അതിന് നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? നീ എപ്പോഴും പറയാറില്ലേ നമ്മളൊരേ വൈബും അതേ തോട്ട്സും ഒക്കെയുള്ള ആൾക്കാരാണെന്നൊക്കെ. ഒരു ബ്ലഡ് ഗ്രൂപ്പും നക്ഷത്രവാരം ഒക്കെ തന്നെയാണ്. പക്ഷേ ഇന്നലെ നിന്റെ പ്രവചനം മൊത്തം വിപരീതമായിപ്പോയി. ഞാനും ട്രൈ ചെയ്ത് നോക്കിയതാന്ന്. അത് പക്ഷെ നിനക്ക് 8ന്റെ പണിയാവുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അളിയാ. എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്ത് ട്രൈ? നിന്റെ തെമ്മാടിത്തനം പിടിവീടല്ലേന്ന്. നോക്കി. അപ്പൊ നീ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടല്ലോ എന്ത്? ഇന്നത്തെ ദിവസം ട്രാജഡി ആയിരുന്നു. സോ ഫാർ ഇറ്റ്സ് കോമഡി ഉള്ളി മച്ചാ. ആൻഡ് ലൈഫ് ഇസ് ഗുഡ്. ഐ എം ഹാപ്പി. പെണ്ണ് തേച്ചാലും ബെസ്റ്റ് ഫ്രണ്ട് തേക്കൂല. അളിയോ ഡോണ്ടു, അളിയോ ഡോണ്ടു, വേണ്ട മോനെ. എടാ പരനാറി, ഓടല് ഓടല്. നീ എന്നെ തന്തയ്ക്ക് വിളിക്കുന്ന മുന്നേ അവളെ വിളിച്ച് സോൾവ് ചെയ്ത് നോക്കടാ. ഇല്ലെങ്കിൽ മറ്റവനാ ഗോൾ അടിക്കൂടാ.